ഹലോ, ഇന്ന് ഞങ്ങൾ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. എന്ത് വെച്ചാണെന്നല്ലേ? കിഴങ്ങും കോവയ്ക്കായും സബോള തേങ്ങാക്കൊത്ത് ഇതൊക്കെ ചേർത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം നമ്മൾ പകുതി കോവയ്ക്ക എടുക്കുക, പകുതി കിഴങ്ങെടുക്കുക, സബോള ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നീര്, കുറച്ച് മുളക് പൊടി ചേർക്കാനുള്ള ഉപ്പ് നീര് എന്നിവ ഇട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. ഇവിടെ മോനൂട്ടന് കിഴങ്ങ് മെഴുക്കുവരട്ടി ഇഷ്ടം, സുല്ലേട്ടന് കോവയ്ക്ക ഇഷ്ടം. എന്നാൽ 2 പേർക്ക് കൂടെ ഒന്നിച്ചൊരു മെഴുക്കുവരട്ടി ആയിക്കോട്ടെ എന്നത് ഇടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കാറുള്ളതാണ്. ഇവിടെ വളരെ ഇഷ്ടമാണ്. ഒരു പഴയ ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീനച്ചട്ടിയാണ് ഇത്. വേറെ പാത്രങ്ങളുണ്ടെങ്കിൽ പോലും മെഴുക്ക് പുരട്ടിക്ക് പറ്റുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ ഒരു ചട്ടി നമുക്കുണ്ടായിരിക്കുമല്ലോ, അത് നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കുമല്ലോ. അതിലാണ് ഞാൻ കൂടുതലും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. പിന്നെ കുറച്ച് വെള്ളം, നമ്മുടെ ഈ കിഴങ്ങൊന്ന് വേവണമല്ലോ, ഇച്ചിരി കൂടെ വേവുള്ളത് കൊണ്ട് ശകലം വെള്ളം കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് നിരത്തിയിട്ട് കിഴങ്ങ് വെന്തോന്നൊന്ന് നമ്മൾ തവി വെച്ചൊന്ന് നോക്കുമ്പോൾ നമുക്ക് വേവറിയാൻ പറ്റുമല്ലോ. അത് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് നിരത്തിയിട്ട് നടുക്കൊരു കുഴി കുത്തണം. നടുക്ക് എന്തിനാണ് കുഴി കുത്തുന്നതെന്ന് അറിയാമോ? നമ്മൾ കുറച്ച് മുളക് പൊടിയേ ചേർത്തുള്ളൂ. ബാക്കി മുളക് പൊടി നമുക്ക് അതിൻ്റെ നടുക്കാവുള്ള എണ്ണയിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ആ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിരത്തി അങ്ങ് ഇട്ടേക്കണം. നിരത്തിയിട്ട് അതൊരു ഫ്രൈ ആകുന്ന വരെ, മീഡിയം ഫ്രൈ ആകുന്ന വരെ അങ്ങനെ ഇട്ടേക്കണം. എന്നിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഒരു ആവറേജ് പരുവത്തിലാണ്. മോനൂട്ടനും ഇഷ്ടപ്പെട്ടു. ഓക്കേ, ബൈ.